السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، وما أرسلناك إلا رحمة للعالمين. ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ, കൊടക്കാട് ക്ലസ്റ്റർ ഓൺലൈൻ സർഗലയത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ജില്ലാ മേഖല ക്ലസ്റ്റർ നേതാക്കളെ, സഹപ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം നമ്മിൽ നിന്ന് ഖൈറായ അമലായി സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. കൊടക്കാട് ക്ലസ്റ്ററിൻ്റെ ഓൺലൈൻ സർഗലയം ഒക്ടോബർ 31 മുതൽ നവംബർ 4 വരെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഭംഗിയായി നടക്കുകയാണ്. സാധാരണഗതിയിൽ ജില്ലാ സർഗലയമൊക്കെയാണ് 4 ദിവസവും 5 ദിവസവും ഒക്കെ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമായി ജില്ലാ സംസ്ഥാന സർഗലയങ്ങളൊക്കെയാണ് നടക്കാറ്. ആ ഒരു രൂപത്തിലേക്ക് ഓൺലൈൻ വഴി നമ്മുടെ പ്രോഗ്രാമുകളെയൊക്കെ മാറ്റി നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും പുതിയ കുറേ സംസ്കാരങ്ങളും പുതിയ കുറേ രീതികളുമൊക്കെ നമുക്ക് തന്ന് നേരത്തെ വീടുകളിലെത്തുകയും മാക്സിമം സമയം വീട്ടുകാരോട് കൂടെ ചെലവഴിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ തരികയും ചെയ്ത കോവിഡ് എന്ന മഹാമാരി നമുക്കൊരുപാട് പാഠങ്ങൾ തന്നു. ഞങ്ങൾ ഉൾക്കൊണ്ടു. ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പടച്ച റബ്ബിനെയും പുണ്യപ്രവാചകനെയും അനുധാവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. കോവിഡ്, നിനക്ക് ഇനി ഞങ്ങളെ ഉപേക്ഷിച്ച് പോയിക്കൂടെ എന്ന് നമ്മൾ ഓരോരുത്തരും കോവിഡിന് സലാം പറഞ്ഞ് ചോദിക്കേണ്ട ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ആണ് SKSSF ഈ പ്രതിസന്ധി ഘട്ടത്തിലും കഴിവുള്ള വിദ്യാർത്ഥികൾ വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങി നിൽക്കേണ്ട അവരല്ല. കോവിഡിൻ്റെ പേരിൽ അവരുടെ കഴിവിൻ്റെ ഒരു വർഷത്തെ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അവരുടെ ഈ പ്രായത്തിലെ അവരുടെ ബുദ്ധിവികാസത്തിൻ്റെയും അവരുടെ കഴിവിൻ്റെ വളർച്ചയുടെയും ഒക്കെ ഏറ്റവും വലിയ ഘട്ടമായ ഈ സമയത്തെ അവരുടെ ഓരോ സെക്കൻഡുകളും വളരെ വിലപ്പെട്ടതാണ്. അതൊരിക്കലും ഒരു കോവിഡിൻ്റെ പേരിൽ, ഈ ഒരു പ്രതിസന്ധിയുടെ പേരിൽ തളച്ചിടാൻ പാടില്ല, അത് മുരടിക്കാൻ പാടില്ല. അത് വളർന്നു വരണം. അത് വളർന്നു വന്നുകൊണ്ട് ലോകത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം എന്ന തിരിച്ചറിവിൽ നിന്നാണ് മഹത്തായ സംഘടന സംസ്ഥാന വ്യാപകമായി തന്നെ ഈ വർഷം സർഗലയം ഇല്ലാഞ്ഞിട്ട് പോലും, യഥാർത്ഥത്തിൽ ഈ വർഷം ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കലാമേളയാണല്ലോ നടക്കേണ്ടത്, അതില്ലാഞ്ഞിട്ട് അടുത്ത വർഷം നടക്കേണ്ട സർഗലയത്തെ ഈ വർഷത്തിലേക്ക് കൊണ്ടുവന്നതല്ല. മറിച്ച് അടുത്ത വർഷം നടക്കേണ്ട സർഗലയം കൃത്യമായി നടക്കുന്നതിനോടൊപ്പം തന്നെ ഓൺലൈനിൽ ലഭ്യമായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്തി ഈ വർഷവും നമ്മുടെ വിദ്യാർത്ഥികളുടെ കലാമത്സര കഴിവുകളെ രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വന്നതാണ്. അതുപോലെ ഈ വർഷത്തെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ വിദ്യാർത്ഥിനികളിൽ നിന്നും കഴിവുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ കൂടി നടക്കുന്നു എന്നതും സന്തോഷജനകമാണ്. ഈ ഘട്ടത്തിൽ വിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം കൂടി നമ്മളിലേക്ക് കടന്നു വന്നപ്പോൾ വളരെ പ്രയാസകരമായ ഈ പ്രതിസന്ധി നിറഞ്ഞ ഈ ഘട്ടത്തിലും പുണ്യപ്രവാചകന്റെ ജന്മദിനം കൊണ്ടുള്ള സന്തോഷങ്ങളോ ആഘോഷങ്ങൾക്കോ കുറവുണ്ടാവാൻ പാടില്ല. അതിനെ കൂടി നമ്മളിലേക്ക് ആവാഹിക്കാൻ, അതിൻ്റെ പരിശുദ്ധിയും അതിൽ നിന്നും ഓരോരുത്തർക്കും ലഭ്യമാകേണ്ട പുണ്യവും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്തയോടുകൂടെയാണ് റബീഇൻ്റെ ഈ വേളയിൽ ഇത്തരത്തിലൊരു സർഗലയത്തിന് രൂപം നൽകിയിട്ടുള്ളത്. അത് വളരെ കൃത്യമായി 4 ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിശാലമായ പ്രോഗ്രാമായി പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറായിട്ടുള്ള
കൊടക്കാട് ക്ലസ്റ്ററിന്റെ ഭാരവാഹികളെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നതിനോടൊപ്പം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജനിച്ച നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കളുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജറ പോയി. മദീനയിൽ ചെന്നുകൊണ്ട് തൻ്റെ പ്രബോധന ദൗത്യങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കും പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതേതരത്വവും ജനാധിപത്യവും മദീനയിലെ ന്യൂനപക്ഷങ്ങളായിരുന്ന അന്യമതക്കാർക്ക് എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും വകവെച്ച് നൽകി ഭരണം നടത്തിയതുമൊക്കെ ലോകർക്ക് ഇന്ന് ലോകത്തെ മുഴുവൻ ഭരണീയർക്കും മാതൃകയാണ്. വിശിഷ്യ ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അത് എല്ലാവർക്കും മാതൃകയാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് മുന്നോക്ക സംവരണം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. SKSSF ഒരിക്കലും മുന്നോക്ക സംവരണത്തിനെതിരല്ല, മറിച്ച് സംവരണം ചെയ്യപ്പെട്ടവർക്ക് അവകാശപ്പെട്ട അവർക്ക് അർഹതപ്പെട്ടത് തരാതെയും അവർക്ക് കൊടുക്കാതെയും അവർക്ക് കൊടുത്തതിൽ നിന്ന് അവർക്ക് അവകാശമായി നീക്കിവെച്ച സീറ്റുകളിൽ നിന്ന് എടുത്തുകൊണ്ട് മുന്നോറ്റക്കാർക്ക് കൊടുക്കുന്നതിലുമാണ് SKSSFന് പരാതിയുള്ളത്. മറിച്ച് ജനറൽ സീറ്റുകളിൽ നിന്ന് നീക്കിവെച്ച ശതമാനം മുന്നോക്കക്കാർക്ക് നൽകുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അതിനെ OBCയും അതല്ലെങ്കിൽ മറ്റു സംവരണ സീറ്റുകളിലേക്ക് മാറ്റിവെച്ചതിൽ നിന്നും എടുത്ത് മുന്നോക്കക്കാർക്ക് കൊടുക്കുന്നത് മാത്രമാണ് പാടില്ലാത്തതാണ് എന്ന് SKSSF ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഭരണഘടനയുടെ 16ാമത്തെ ആർട്ടിക്കിളിന് എതിരാണത്. അതുകൊണ്ട് അത് തിരുത്തി അവകാശപ്പെട്ടത് അർഹർക്ക് കൃത്യമായി നൽകാൻ തയ്യാറാവുകയും ജനറൽ സീറ്റുകളിൽ നിന്ന് മുന്നോക്ക സംവരണം നടപ്പിലാക്കാൻ തയ്യാറാവുകയുമാണ് സർക്കാരുകൾ ചെയ്യേണ്ടത് എന്നത് സാന്ദർഭോചികം ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലുള്ള ഒരു ഇടപെടലുകൾ മാത്രമേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ പീഡനം നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങളെ രാജ്യത്ത് നിന്ന് ഒന്നാകെ പുറത്താക്കാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ട ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഭരണാധിപന്മാരൊക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോന്ന പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണീയനിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് ഭരണം നടത്താൻ തയ്യാറാവണം. പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലൂടെ അന്യസമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജഡവുമായി കടന്നു പോകുന്നത് കണ്ടപ്പോൾ പുണ്യപ്രവാചകൻ എഴുന്നേറ്റു നിന്നു. ചരിത്രം കോറിയിട്ടത് കാണാം. സഹാബാ കിറാമ് ചോദിച്ചു, പുണ്യപ്രവാചകരെ, അത് നമ്മുടെ സമുദായത്തിൽപ്പെട്ട മനുഷ്യനൊന്നുമല്ല, അങ്ങെന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? പുണ്യപ്രവാചകൻ ചോദിച്ച ചോദ്യമുണ്ട്, ലോകത്തിന് മുഴുവൻ മാതൃകയായ ചോദ്യം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളല്ലെങ്കിലും ആ മരിച്ചു കൊണ്ടുപോകുന്ന ജഡം ഒരു മനുഷ്യൻ്റെതല്ലേ എന്ന ചോദ്യം. അത്തരത്തിൽ മനുഷ്യരെ മനുഷ്യരായി കാണാനും അവരുടെ അവകാശങ്ങൾ വകവെച്ചു നൽകാനും ആധുനിക ലോകം തയ്യാറാവണം എന്ന സന്ദേശം പരിശുദ്ധ റബീഇന്റെ സന്ദേശമായി, ഈ സർഗലയത്തിന്റെ സന്ദേശമായി SKSSF നിങ്ങളിലേക്ക് നൽകുകയാണ്. ലോകത്തിന് മുഴുവൻ മാതൃകയായി ഈ ലോകവും പരലോകവും സ്വർഗവും നരകവും എല്ലാം പടയ്ക്കാൻ കാരണക്കാരനായി 6ാം നൂറ്റാണ്ടിൽ ജന്മം കൊണ്ട് 63 വർഷക്കാലത്തെ ജീവിതം ധന്യമാക്കി 23 വർഷക്കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് കാടൻ സംസ്കാരവും പൂർണ്ണമായി അനീതിയുടെ നിഴലിൽ ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു കാട്ടാള വിഭാഗത്തെ ലോകം അംഗീകരിക്കുന്ന ഏറ്റവും നല്ല സൂപ്പർ സ്റ്റാറുകളാക്കി വളർത്തിയെടുത്ത അന്ത്യപ്രവാചകൻ
ജീവിച്ചു തീർത്ത ഓരോ നിമിഷങ്ങളിലും മൂല്യങ്ങളുടെ മുത്തുകൾ വിതറി നൂറ്റാണ്ടുകളെ വിസ്മയിപ്പിച്ച അന്ത്യപ്രവാചകൻ. അവിടുത്തെ മദ്ഹ് പറയലും അത് കേൾക്കലും പുണ്യമാണ്. അത്തരത്തിലൊരു മദ്ഹ് പറയലും കേൾക്കലും പുണ്യവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും അവിടുത്തെ തിരുസുന്നത്തുകൾ പിൻപറ്റി ജീവിച്ച് മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സർഗലയങ്ങളും പരിപാടികളുമായി സംഘടന മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് വളരെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ അതിൻ്റെ ക്ലസ്റ്റർ തലങ്ങളും മേഖലാ തലങ്ങളും ജില്ലാ തലങ്ങളിലും സംസ്ഥാന തലങ്ങളിലുമൊക്കെ പങ്കെടുക്കാൻ ഇന്ന് കൊടക്കാട് ക്ലസ്റ്ററിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രവാചക ദർശനങ്ങൾ ലോകത്തിന് പരിചയപ്പെടുത്തി പ്രവാചകനെയും മതത്തെയും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇസ്ലാമോഫോബിയ ബാധിച്ച ചില ഭരണകൂടങ്ങളും മറ്റു ചിലരും അത്തരത്തിലുള്ള ദീനിനെയും പ്രവാചകനെയും ഇകഴ്ത്തി കാണിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ പുണ്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ രാജ്യത്തിന് കാണിച്ചു തന്നിട്ടുള്ള മാതൃക അത് നാം ഓരോരുത്തരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ നേതാവിൽ നിന്നും വ്യത്യസ്തമാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നേതാക്കളുടെയൊക്കെ സാഹചര്യങ്ങൾ എന്താ? നമ്മളായ നേതാക്കളുടെയൊക്കെ സാഹചര്യം എന്താ? ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്നാണ് നമ്മുടെ നേതാക്കൾ പറയാറുള്ളത്. പ്രവാചക പ്രഭു അതല്ല പറഞ്ഞത്. ഞാൻ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക, ഞാൻ പ്രവർത്തിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കുക, ഞാൻ ചെയ്തതിനെ മാത്രം ഞാൻ ചെയ്തതും പ്രവർത്തിച്ചതും നിങ്ങൾ അനുധാവനം ചെയ്യുക. പ്രവർത്തനങ്ങൾ കൊണ്ട്, ജീവിതം കൊണ്ട് ലോകത്തിന് ശരിയായ മാതൃകകൾ വരച്ചു കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞ ഒരേ ഒരു പ്രവാചകൻ, ഒരേ ഒരു നേതാവ് ലോകത്ത് പൂർണ്ണമായി ജനിച്ച സമയം മുതൽ മരണപ്പെടുന്ന സെക്കൻഡ് വരെ ചരിത്രത്തിൻ്റെ നിഴലിൽ മാത്രമായിട്ട് ഒരു സെക്കൻഡ് പോലും രേഖപ്പെടുത്താതെ മിസ്സായി പോയിട്ടില്ലാത്ത നേതാവായി ജീവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും നാം തയ്യാറാവുമ്പോൾ മാത്രമാണ് നമ്മൾ പൂർണ്ണമായി പ്രവാചക അനുയായികളായി മാറുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി നേതൃത്വം നൽകാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമോഫോബിയ ബാധിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ ദീനിനെയും പ്രവാചകനെയും ഇകഴ്ത്തി കാണിക്കാൻ തയ്യാറാകുന്നവർ, രാജ്യത്ത് സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി പരസ്പരം തമ്മിലടിക്കുന്നവർ, യുദ്ധത്തിൽ ഏർപ്പെട്ടവരൊക്കെ ആധുനിക കാലഘട്ടത്തിൽ പുണ്യപ്രവാചകനെ പഠിക്കാൻ തയ്യാറാവണം. പ്രവാചക ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളണം. പ്രവാചക ജീവിതത്തിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തെ സമാധാനത്തിലേക്ക് നയിക്കാൻ ഇത്തരം വിദേശ രാജ്യങ്ങളും അത്തരത്തിലുള്ള വിദേശ ഭരണാധികാരികളുമൊക്കെ തയ്യാറാവണം എന്നതാണ് ഈ റബീഇന്റെ സന്ദേശമായി നമുക്ക് നൽകാനുള്ളത്. നമ്മുടെ സംഘടനയിലേക്ക് വന്നാലോ, ലോകത്തെ എല്ലാ തരം വിദ്യാർത്ഥി യുവജനങ്ങളെയും ഒരുപോലെ അണിനിരത്താൻ കഴിയുന്ന 18ഓളം ഉപവിങ്ങുകളുമായി ഏതു തരത്തിലുള്ള ജീവിത മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിലും എല്ലാത്തരം വിദ്യാർത്ഥി യുവജനങ്ങളെയും ഒരുപോലെ അണിനിരത്താൻ കഴിയുന്ന ഒരൊറ്റ സംഘടനയായി ഇന്ന് സമസ്ത കേന്ദ്രീയ സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ മാറിയിരിക്കുകയാണ്. ഏറ്റവും അവസാനമായി ആധുനിക ഭിക്ഷുക്കരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഡിക്കൽ വിങ് നിലവിൽ വന്നിരിക്കുന്നു. പുതിയ മറ്റൊരു വിങ്ങിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിയമവിദഗ്ധരുടെ വിങ്. ഇത്തരത്തിൽ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെയും എല്ലാ തുറകളിലും ജീവിക്കുന്ന ആളുകളെ ഒരുപോലെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംഘടന മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടുകളിൽ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി
വിദ്യാഭ്യാസപരമായി നമ്മുടെ സമുദായത്തെ ഉന്നതങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുന്നതിന് വേണ്ടി, സിവിൽ സർവീസുകളിലേക്ക് നമ്മുടെ സമുദായത്തിലെ വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ഓരോരുത്തരും പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് പൂർണ്ണമായി നമ്മൾ സംഘടനാ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാവുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, കൂടുതൽ ഒന്നും പറയാതെ ഈ കൊടക്കാട് ക്ലസ്റ്ററിൻ്റെ ഓൺലൈൻ സർഗലയത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹിതമായ വാക്ക് ഉച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.